ചന്ദ്രേട്ടന്റെ കാര്യം ഇപ്പൊ ഇങ്ങോട്ട് ഓർത്തേ ഉള്ളൂ. അത് ശരി. അപ്പൊ എപ്പോഴും ഓർക്കാറില്ലെന്ന് അർത്ഥം. ഓ പിന്നെ എനിക്കിവിടെ വേറെ പണിയുണ്ട്. 2 ദിവസം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോകും. തിരിച്ചു വരുന്നവരെ ഓർക്കാനുള്ള ഭാഗം ഉണ്ടാക്കാനാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. അമ്മായി എന്തേ? കുളിക്കുക. അമ്മാവനോ? അച്ഛനും ഏട്ടനും കൂടി ഏതോ ഒരു കേസിന്റെ കാര്യം പറഞ്ഞിറങ്ങിയതാ. അമ്മായി കുളിക്കാനായിട്ട് കുറെ നേരം ആടി. ഏയ് ഇപ്പൊ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അപ്പൊ ഞാൻ വന്ന സമയം കൃത്യം. അതിന്റെ കാണും. കണ്ടോട്ടെ, എല്ലാരും കണ്ടോട്ടെ. നിന്നെ ആരെങ്കിലും കണ്ണു വെക്കുന്നതിന് മുമ്പ് പുറത്ത് നാലാൾ അറിയട്ടെ നീ എന്റെ പെണ്ണാണെന്ന്. അതിനൊക്കെ ഇനിയും സമയമുണ്ട്. കോളേജിലായിരുന്നാലും ഹോസ്റ്റലിലായിരുന്നാലും നീയാ മനസ്സ് മുഴുവൻ. പ്രീ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സാവാൻ പറഞ്ഞതേ നിന്നെ കൂടെ മെഡിസിൻ എടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാ മണ്ടി. എന്നിട്ട് 3 ചാൻസ് ആയിട്ട് പാസ്സായോ നീ? ഡോക്ടർ ചന്ദ്രശേഖരന്റെ വൈഫ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാജുവേറ്റെങ്കിലും ആവണ്ടേ? ഒരു നല്ല ഭാര്യയാകാൻ ഡിഗ്രി ഒന്നും വേണ്ട. അത് ശരിയാ. ഭാര്യയാകാനും പിള്ളേരെ പറ്റി വളർത്താനും വലിയ ഡിഗ്രി ഒന്നും വേണ്ട. പക്ഷെ കുറച്ച് പഠിപ്പുണ്ടേലേ കോമൺ സെൻസ് കൂടും. ഉള്ള സെൻസ് ഒക്കെ മതി എനിക്ക്. ആഹാ, ചന്ദ്രനോ? സംസാരം കേട്ടപ്പോ ഞാൻ സംശയിച്ചു ഇപ്പൊ ഇവിടെ ആരാണെന്ന്. എന്നാ അമേരിക്കക്ക് പോണേ? വ്യാഴാഴ്ച പുലർച്ചെ. അപ്പോ പഠിപ്പ് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ടുള്ളൂ? ഇടയ്ക്കൊന്ന് വന്നോണോന്നുണ്ട്. കേട്ടോ അമ്മായി, ഞാനൊരു കണ്ടീഷൻ വെക്കാൻ പോവാ. പ്രീ ഡിഗ്രി എങ്കിലും കടന്നുകൂടിയിട്ടേ ഞാനുള്ള കൂട്ടിക്കൊണ്ട് പോകുന്നുള്ളൂ. അങ്ങനെ ആച്ചാ പെണ്ണിന് ഈ ജന്മം മിന്നുകെട്ടുണ്ടാവില്ല. നീ പോയി കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വാടി. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കേറാം. ഇവിടെ ചായ കൂട്ടിയ ബേഷായിരിക്കും. എങ്ങനെ ഉണ്ട് സെൻസ്? ഇക്കണക്കിന് കല്യാണം കഴിഞ്ഞാ നീ എനിക്ക് പച്ചവെള്ളം തരില്ലെന്നാ തോന്നുന്നത്. അമ്മായി ചായ കൂട്ടി വരുന്നവരെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അതുവരെ എന്താ? അല്ല, ചായ വേണ്ട, കാപ്പി മതിയെന്ന് പറയായിരുന്നു. അപ്പോ അപ്പോ മോനെ അപ്പോ അപ്പോട്ടാ എവിടെ പോയി ചെക്കൻ? അപ്പോ അപ്പൂനെ ഇവിടെയും കാണാനില്ലല്ലോ ദേവു. അസുഖം കഷ്ടിച്ച് ഭേദമായിട്ടല്ലേ ഉള്ളൂ. പുറത്തൊന്നും ഇറങ്ങി നടക്കാറായിട്ടില്ല. പുറത്തൊന്ന് ഇറങ്ങിന്ന് വെച്ചെന്താ? കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ. നീ അവനെ എവിടെങ്കിലും പറഞ്ഞയച്ചോ? ഓ, ഞാൻ ഇങ്ങോട്ടും പറഞ്ഞയച്ചില്ല. സൂര്യൻ ഉച്ചയിൽ നിൽക്കുമ്പോ എന്തിനാ വാരശ്ശേരെ പച്ച കള്ളം പറയണത്? ഭാസ്കരൻ കണ്ടോ അപ്പൂനെ? കണ്ടു. ചന്തമുക്കില് എന്തോ സാധനങ്ങൾ വാങ്ങിക്കാൻ ഇളയമ്മ പറഞ്ഞു ഓടുന്നു. ഞാൻ വിളിച്ചിട്ട് നിന്നില്ല. ഓ, ഞാനത് ഓർത്തില്ല. പറഞ്ഞയച്ചു. ചന്ദ്രൻ പോവല്ലേ? അവൻ എന്തേലും ഉണ്ടാക്കി കൊടുത്ത് അയക്കണോന്ന് നിങ്ങളെന്നല്ലേ പറഞ്ഞേ? അതിന് അപ്പൂനെ അയക്കണോ? എന്നോട് പറയാറുന്നില്ലേ നിനക്ക്? അടുക്കളയിലെ വല്ല കാര്യവും നിങ്ങളോട് പറഞ്ഞ നടപ്പുണ്ടോ? പറയുമ്പോ വാരമാസ് തെറ്റിദ്ധരിക്കരുത്. ഈശ്വരൻ പോലും സഹിക്കാത്ത പ്രവൃത്തികളാ വാരശ്ശേരി ആ കൊച്ചിനോട് കാണിക്കണത്. താനാ തേങ്ങക്കാരനെ പോയി കണ്ടോ? കണ്ടു. ഇന്ന് വിളിച്ചോണ്ട് വരാറുന്നില്ലേ? മുഴുവൻ കിടന്ന് ചെയ്യുക. ഉണ്ണിമായേ, ഉണ്ണിമായേ, ദേ കണ്ടോ അപ്പു? ഉണ്ണിമായേ, നിനക്കൊരു ബുക്ക് തന്നയച്ചിരിക്കണോ? തെക്കടത്തെ ഗോപി. അമ്മ. ഏട്ടാ എങ്ങനെയാ? എനിക്ക് പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. പിടിച്ചോ. പഠിച്ചിട്ട് ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ട മായക്കുട്ടിക്ക് എന്താ? കണ്ടില്ലേ? പ്രേമലേഖനം കൊടുത്തയച്ചിരിക്കുന്നു. അത് സ്വന്തം സഹോദരന്റെ കയ്യില്. കുടുംബത്തിന്റെ മാനം. അയ്യോ, വേണ്ട. നിന്നോട് ആരാ പറഞ്ഞു ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ? വല്ലതും അറിയാവോ? വാരശ്ശേരി കൊച്ചിനെ അകത്തോട്ട് എന്താ മാഷേ കാണിച്ചത്? ഞാൻ പിന്നെ എന്താ വേണ്ടേ? താ പറ. പ്രായത്തിന്റെ വിവരക്കേടാന്ന് കരുതി ഉപദേശിക്കുക, നേർവഴിക്ക് നയിക്കുക, അത്ര.
ചെന്ന് മോളെ ഒന്ന് സമാധാനിപ്പിക്കുക. ഉണ്ണിമായ തല്ലി എന്തിനാ? ഉണ്ണിമായ എന്തിനാ തല്ലിയെന്ന്? ഞാൻ എന്താ പറയാ ഭാസ്കര? ഉണ്ണിമായ തല്ലി എന്തിനാണെന്ന്? അപ്പൊന്നു വാ, ഭാസ്മാമൻ പറഞ്ഞുതരാം. വാ. ഗോപി ബുക്കെന്നാ ഇനി വാങ്ങണ്ട. മായക്കുട്ടി ചീത്തയേക്കാനാ അവന്റെ പണി. ആരും കാണാതെ വേണം ഉണ്ണിമായ ഇടയിൽ ബുക്ക് കൊടുക്കാൻ. പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതാ. അമ്മായി, അക്കരയിൽ എത്തിയ വാർത്ത. ആൾക്കാർ എന്തൊക്കെയാ പറഞ്ഞ് നടക്കണേ? കേൾക്കുമ്പോ തൊലി പൊളിയാണ്. അവനെ എല്ലാത്തിനും കാരണം ആ അസത്ത്. കുട്ടിക്കൊരു തെറ്റ് പറ്റിയെന്ന് വെച്ച് എടുത്തു ചാടി പുറപ്പെട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിച്ചു. എവിടെയാ കഴുത? അവിടം കൊണ്ടിരിപ്പുണ്ട്. മാഷുവാൻ എന്തിയെ? ഗോപിയുടെ വീട് വരെ പോയിരിക്കുക. എന്തിനാ? സംബന്ധം ഉറപ്പിക്കാനോ? ഓ, ഗോപിയുടെ വീട്. ഇപ്പൊ സമാധാനമായല്ലോ. നോക്കച്ചു, എല്ലാവരും എന്നെയാ വഴക്ക് പറയണേ. അവൻ ഉണ്ണിമായ ചീത്തയാക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ അവനെ തല്ലിയേ. ഓ, ഒരു രക്ഷകൻ. എന്നിട്ടിപ്പോ എന്തായി? നാട് മുഴുവൻ നാറി. ഉണ്ണിമായക്കിന് പുറത്തിറങ്ങി ഇറങ്ങാൻ പറ്റുമോ? എന്താ പുറത്തിറങ്ങിയാല്? നിന്റെ അച്ഛന്റെ 28. അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, ആ പറഞ്ഞാല് നിന്നെ ഞാൻ തല്ലും. എന്താ ഒന്ന് കാണണം. എടാ, നിന്നെ ഇവിടെ ആരുമില്ലേ? എന്താ അമ്മയുടെ ഒരു ബഹളം? അപ്പൊ നീയൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞു, ഒക്കെ അറിഞ്ഞു. അതിന് അമ്മേ, കഥ പറ. പോവാ. അമ്മേ, അച്ചു, കഥ തുറക്കാൻ, കഥ പറ. എന്താ പോട്ട? അനിയൻകുട്ടി, അച്ചു എന്നെ തല്ലി. ദാ ചോര കണ്ടോ? സാരമില്ല, അപ്പോട്ട് ഇവിടെ ഇരിക്കും. അനിയൻകുട്ടി മരുന്ന് വെച്ചേരാം. അച്യുതൻകുട്ടി, ഈ കൈകൾ ഇനി അപ്പോട്ടിന് നേരെ പൊക്കിയാ നീ എന്ത് ചെയ്യൂടാ? ഞാൻ ചന്ദ്ര, നിങ്ങൾ എന്തായി കാട്ടണേ? അച്ചു, എടാ എടാ വിടാൻ. അച്ചു, വിടാൻ. എന്തായി കാട്ടണേ? നീ എന്തിനാ ഇവന്റെ മേലെ മെക്കിട്ട് കയറണേ? ആരോടാ? ആ പാവത്തിനോടോ? എല്ലാം അറിയാവുന്ന എന്റെ അമ്മ ഇതിന് കൂട്ടുന്നല്ലേ? ആ പാവത്തിനെ കരയിച്ചിട്ട് എന്ത് നേടി അമ്മ? എന്തെങ്കിലും ഒന്ന് കേട്ടാ പിന്നെ മുന്നും പിന്നും നോക്കാതെ ഇറങ്ങി പുറപ്പെടുക. അതെങ്ങനെയാ? തലയ്ക്കകത്ത് ചാണല്ലേ? എരുമച്ചാണം. അച്ഛൻ എന്തൊക്കെയാ പറയണേ? മായക്കുട്ടിക്ക് ഒരു ചീത്ത പറഞ്ഞാൽ ഞാനതിൽ ഇടപെടാൻ പാടുന്നുണ്ടോ? തീർന്നില്ല. ആ ഗോപി കൂടെ കിട്ടട്ടെ. അവനും കൊടുക്കുന്നുണ്ട് 2 എണ്ണം. എന്നാ ചെല്ല്, അവനെയും തല്ല, അവന്റെ തന്തയും തല്ല്. എന്നിട്ട് ഇനി അറിയാത്തവരും കൂടി അറിയട്ടെ ഉദയനൂരുടെ ഇളയ പെണ്ണുള്ളത് പഴിച്ച് വാരിയത്തിരിപ്പാണെന്ന്. ഒടുവിൽ പെണ്ണിനെ കൊണ്ടുപോകാൻ ആളില്ലാണ്ട് വരുമ്പോ എന്റെ പൊന്നുമോന്റെ കൂടെ അങ്ങ് ഇറക്കി വിടും. കൊല്ലം കുറയായി ഞാനിവിടെ ഓരോന്ന് ഗുണിച്ചും ഹരിച്ചും കണക്കൂട്ടാൻ തുടങ്ങിയിട്ട്. ഒക്കെ തെറ്റാനൊരു നിമിഷം മതി. തള്ളയില്ലാത്ത ചെക്കനെ നോക്കാൻ ജോലിയും കളഞ്ഞ് വാരൊരു വീട്ടിലിരുന്നപ്പോ എന്റെ ദേവുവിന് ഇറക്കി വിട്ടത് എന്തിനാണ് നിന്റെ വിചാരം? പുണ്യം കിട്ടാന്. അന്ന് തുടങ്ങിയതാ കണക്കൂട്ടല്. അങ്ങേരുടെ കാലം കഴിഞ്ഞ് അക്കണ്ട സ്വത്തുക്കളൊക്കെ എന്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടിയാ. നാളൊരു കാലത്ത് മാളും അങ്ങോട്ടും മായക്കുട്ടി ഇങ്ങോട്ടും വരേണ്ടതാ. ഒരിക്കലും ഇവൻ കാരണം വാരൊക്കൊരു നീരസുണ്ടായി. വീണ്ടും എന്തെങ്കിലും അനിഷ്ടം തോന്നി ചിറ്റേടവുമായുള്ള ബന്ധം വേണ്ടാന്ന് വെച്ചാ പിന്നെതാ കോട്ടുമായിട്ടോണ്ടിരുന്നാ മതി. നിങ്ങളൊന്ന് വാരത്തേക്ക് ചെല്ല്. മായക്കുട്ടിക്ക് ഒരു ചീത്തപ്പേരുണ്ടായതിന്റെ വിഷമത്തില് ഇവൻ ചെയ്തു പോയതാണെന്ന് പറഞ്ഞങ്ങ് സമാധാനിപ്പിക്കേ. വേണ്ട, എല്ലാം തണുക്കട്ടെ.